പത്താംതരം തുല്യത പഠിതാക്കളായ എല്ലാവർക്കും ലേൺ വിത്ത് അമ്പിളി എന്ന യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പത്താംതരം തുല്യത മലയാളം 2024 അതിൻ്റെ ഒരു മാതൃകാ ചോദ്യ പേപ്പർ ലഭ്യമായിട്ടുണ്ട്. പുതിയ സ്കീം അനുസരിച്ച് അത് നമുക്കൊന്ന് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, പട്ടിക ശരിയാക്കുക. ഇവിടെ നമുക്ക് 3 കോളങ്ങളും 3 റോകളും തന്നിട്ടുണ്ട്. അതിൽ തെറ്റായ ക്രമത്തിൽ വരികൾ, രചന, രചയിതാവ് എന്നീ ക്രമങ്ങൾ നൽകിയിട്ടുണ്ട്. അവ നമ്മൾ ശരിയായ രീതിയിൽ ആക്കണം. നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, സ്വർണവർണ്ണത്തെ പുണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ് ശോഭയോടെ. ഒരു കവിതയിലെ 2 വരികൾ നൽകിയിരിക്കുന്നു. ഈ വരികൾ ആരാണ് എഴുതിയിരിക്കുന്നത്? ആ 3 നിരകൾ നിങ്ങളൊന്ന് നോക്കൂ. ഉത്തരം അധ്യാത്മരാമായണം കിളിപ്പാട്ട്. സീതാസ്വയംവരം എന്ന കവിതയിലെ 2 വരികളാണ് അവ. അടുത്തത്, അത് എഴുതിയിരിക്കുന്നത് നമുക്ക് ഉറപ്പായിട്ട് അറിയാം ആരാണ്? എഴുത്തച്ഛൻ. അപ്പോൾ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ 2 വരികളാണ് ആദ്യത്തേത്. അത് ക്രമമായിട്ട് എഴുതുക. കോളങ്ങളും റോയും വരച്ച് എഴുതണമെന്നില്ല. നമുക്ക് സമയം കുറവായതുകൊണ്ട് സമയം ലാഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഉത്തരത്തിൻ്റെ നേരെ എഴുതിയാൽ മതിയാകും. രണ്ടാമത്തേത്, എന്നുടെ ഒച്ച കേട്ടുവോ വേറിട്ട് എന്നവൾ ചോദിച്ചുവോ. ഇത് ഏത് കൃതിയിലേതാണെന്ന് നോക്കൂ. ആ 3 നിരകളിൽ ഉത്തരം പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന കവിതയിലെ 2 വരികളാണ്. ഇത് എഴുതിയിരിക്കുന്നത് KG ശങ്കരപ്പിള്ള. നമ്മൾ ആ രണ്ടാമത്തെ റോയിലെ വരികൾ എഴുതുക. അതിൻ്റെ നേരെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്നെഴുതുക. അതിൻ്റെ നേരെ KG ശങ്കരപ്പിള്ള എന്നെഴുതുക. ഇനി മൂന്നാമത്തേത്, അറിയുന്നു ഞാൻ എന്നിൽ നിറയുന്നു നീയൻ്റെ അമൃതമീ നിൻ സ്മൃതികൾ മാത്രം. മറ്റൊരു കവിതയിലെ 2 വരികളാണ്. അത് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലെ വരികളാണ്. എഴുതിയിരിക്കുന്നത് ONV കുറുപ്പാണ്. ഇത്തവണ 3 ചോദ്യങ്ങളാണ് നമുക്കിതിൽ തന്നിട്ടുള്ളത്. ഓരോ ഉത്തരത്തിനും നമുക്ക് 2 മാർക്ക് വീതമാണ്. അതിന് നമുക്ക് മൊത്തത്തിൽ ഒരു 6 മാർക്ക് ലഭ്യമാകും. മുൻ കൊല്ലങ്ങളിലെല്ലാം ഇത് 4 ചോദ്യം വീതമാണ് നൽകിയിരുന്നത്. പുതിയ സ്കീം ആയതുകൊണ്ട് ചെറിയൊരു മാറ്റം ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഇത് വളരെ വേഗത്തിൽ ഈ 6 മാർക്ക് നിങ്ങൾക്ക് നേടാവുന്നതാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. അടുത്ത ചോദ്യം, 2 മുതൽ 5 വരെ ചോദ്യങ്ങൾക്ക് ശരിയുത്തരം തിരഞ്ഞെടുത്തെഴുതുക. ചോദ്യം, മെലിഞ്ഞ ഒരു കൈയിൽ ഉയർത്തിപ്പിടിച്ച ലോലമായ വെളുപ്പിൻ്റെ ഒരു മൊട്ട്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ നടന്ന ഏത് സമരമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഉത്തരം ഉപ്പ് സത്യാഗ്രഹം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹമാണ് അത്. തേച്ചു മിനുക്കിയാൽ കാന്തിയും മൂല്യവും വാച്ചിടും കല്ലുകൾ ഭാരതാംബേ. കുമാരനാശാൻ സാമൂഹ്യ അസമത്വത്തിൻ്റെ അടിസ്ഥാന കാരണമായി കാണുന്നത് എന്താണ്? ഈ 4 ഉത്തരങ്ങളിൽ ശരിയായ ഉത്തരം ജാതി ചിന്തയും അയിത്തവും ആണ്. അടുത്ത ചോദ്യം, 4ാമത്തേത്, ഉജ്ജ്വലമാക്കി ഊഴിയെ ഞങ്ങളുടെ ഉജ്ജ്വല ഹൃദയ സ്പന്ദങ്ങൾ. പന്തങ്ങൾ എന്ന കവിതയിലെ വരികളാണ്. അടിവരയിട്ട പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം എടുത്തെഴുതുക. ഹൃദയസ്പന്ദങ്ങൾ അതിൻ്റെ അടിയിലാണ് വരച്ചിരിക്കുന്നത്. വിഗ്രഹരൂപം ഹൃദയത്തിൻ്റെ സ്പന്ദങ്ങൾ. ഹൃദയത്തിൻ്റെ സ്പന്ദങ്ങൾ. ചോദ്യം, പേന മരിച്ചു കിടപ്പൂ നിൻ ട്രങ്കിൻ്റെ മൂലയിൽ കൊക്കുകൾ പൂട്ടിയിരുന്നു നാം. കൊക്കുകൾ പൂട്ടിയിരിക്കുക എന്ന പ്രയോഗത്തിൻ്റെ ആശയതലത്തിനോട് ഏറ്റവും യോജിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് നോക്കുക. പിണങ്ങിയിരിക്കുക, പരസ്പരം ഒന്നും മിണ്ടുന്നില്ല, ദേഷ്യം ഭാവിച്ചിരിക്കുക, സങ്കടത്തോടെ ഇരിക്കുക. ഇതിലേതാണ് ഏറ്റവും യോജിക്കുക? പരസ്പരം ഒന്നും മിണ്ടുന്നില്ല എന്നത്. അടുത്ത ചോദ്യം, 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. 6ാമത്തെ ചോദ്യമാണ്. ഇതിന് 2 മാർക്കാണ് ലഭിക്കുക.
ഒരേ ജന്മത്തിൽ എത്രമാത്രം ആളുകളാകാൻ പറ്റുമോ അത്രയും ആകണം പയറുവള്ളികളിൽ തൂങ്ങി നമ്മളൊക്കെ. എഴുത്തുകാരിയുടെ ഈ നിരീക്ഷണത്തെ സാധൂകരിക്കുന്ന 2 ഉദാഹരണങ്ങൾ പാഠഭാഗത്തിൽ നിന്നും കണ്ടെത്തുക. ഉത്തരം: എഴുത്തുകാരിയുടെ വല്യച്ഛൻ്റെ മകളായ പത്മിനി ഓരോ മാസവും മുടി മുറിച്ചിരുന്നു. പരിഷ്കൃത ചിന്താഗതിക്കാരിയായ അവൾ മുടി മുറിക്കുന്നില്ല എന്നു മാത്രമല്ല, നീട്ടി വളർത്തുകയും ചെയ്യുന്നു. പച്ചസാരികളോട് കമ്പമുണ്ടായിരുന്ന അവൾ ഒരു പച്ചസാരി പോലും ഇപ്പോൾ ഉടുക്കുന്നില്ല. അരപ്പേജിൽ എഴുതാനുള്ള ഉത്തരമാണ് 7ാമത്തെ ചോദ്യം. നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. പണമുള്ളവർ അങ്ങനെയാണെന്ന് കുട്ടിപ്പാപ്പൻ പറഞ്ഞു. എന്തിനേയും അവർ സ്വന്തം കാൽച്ചോട്ടിലേക്ക് ഒതുക്കും. കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ എന്ന പാഠത്തിലേതാണ് ഈ വാക്യം. കോക്കാഞ്ചിറക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഈ നിരീക്ഷണത്തെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നിരീക്ഷണക്കുറിപ്പാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഉത്തരം നോക്കാം. കോക്കാഞ്ചിറയിലെ 8 മുറി എന്നറിയപ്പെടുന്ന കെട്ടിടത്തിൽ അനേക വർഷങ്ങളായി 70ഓളം ആളുകൾ താമസിച്ചു വരുന്നതാണ്. എമണ്ടൻ വാറു എന്ന മുതലാളി 8 മുറിയും അതിരിക്കുന്ന സ്ഥലവും അയാളുടെ അപ്പാപ്പൻ്റെ പേരിലുള്ളതാണെന്നും അതിന് രേഖകളുണ്ടെന്നും അവകാശപ്പെടുന്നു. പാവപ്പെട്ട 8 മുറിയിലെ താമസക്കാരുടെ വാദഗതികൾക്ക് വിലയില്ലാതാവുകയും എമണ്ടൻ വാറുവിന് 8 മുറി അയാളുടേതാക്കി മാറ്റാൻ സാധിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് പണമുള്ളവർ അങ്ങനെയാണെന്നും എന്തിനേയും അവർ സ്വന്തം കാൽച്ചോട്ടിലേക്ക് ഒതുക്കുമെന്നും കുട്ടിപ്പാപ്പൻ പറയുന്നത്. കോക്കാഞ്ചിറയിലെയും 8 മുറിയിലെയും താമസക്കാർ പാവപ്പെട്ടവരും അന്നന്നത്തേടം ജീവിക്കാനായി പണിയെടുക്കുന്നവരുമാണ്. പണക്കാർ എന്തു വിചാരിച്ചാലും നേടിയെടുക്കും. അവർക്കതിനുള്ള പണവും സ്വാധീനവുമുണ്ട്. കോക്കാഞ്ചിറ മുഴുവൻ അവർ സ്വന്തമാക്കും എന്ന ഒരാശയം കൂടി കുട്ടിപ്പാപ്പൻ്റെ വാക്കുകളിലുണ്ട്. 8ാമത്തെ ചോദ്യം അരപ്പേജിൽ എഴുതാൻ 4 മാർക്കാണ് ഇതിന്. പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. നിരവധി വർഷങ്ങളിലെ DDT പ്രയോഗത്തിന് ശേഷം പട്ടണത്തിൽ ഇപ്പോൾ ഗായകക്കുരുവികളും സ്റ്റാർലിങ്ങുകളുമില്ല. എൻ്റെ തീറ്റക്കുടിലിൽ ചിക്കിഡീസ് വരാതായിട്ട് 2 വർഷമായി. റോബിൻ കുരുവികൾ പാടുന്നില്ല എന്ന പാഠത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ വാക്യങ്ങൾ. നമ്മുടെ നാട്ടിലും സമാനമായ അവസ്ഥയുണ്ടല്ലോ. പാഠഭാഗം കൂടി പരിഗണിച്ച് ഒരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. റോബിൻ കുരുവികൾ പാടുന്നില്ല എന്ന പാഠത്തിൽ റേച്ചൽ കഴ്സൺ വിശദമാക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലെ പക്ഷികളുടെ വംശനാശത്തെക്കുറിച്ചാണ്. എൽമു മരങ്ങളിൽ DDT പ്രയോഗിച്ചതിൻ്റെ ഫലമായി പക്ഷികൾ കൂട്ടത്തോടെ മരണമടയുകയോ തിരിച്ചു വരാത്ത വിധം എവിടേക്കോ പോയിരിക്കുന്നു. നമ്മുടെ നാട്ടിലും പക്ഷികളുടെ കാര്യത്തിൽ സമാനമായ അവസ്ഥയാണ്. ദേശാന്തര പക്ഷികളിൽ പലതും വരുന്നതേയില്ല. ഫലവർഗ്ഗങ്ങൾ വിളയുന്ന കാലത്ത് എത്തിയിരിക്കുന്ന കുയിലുകളുടെ എണ്ണം നന്നേ കുറഞ്ഞിട്ടുണ്ട്. സുന്ദരി പക്ഷിയായ തത്തകളെ കാണാനേയില്ല. പക്ഷി സങ്കേതങ്ങളിൽ പോലും വേണ്ടത്ര പക്ഷികളില്ല. ഇതിന് കാരണം പക്ഷികളുടെ ആവാസ വ്യവസ്ഥ തകർന്നതു തന്നെയാണ്. പച്ചപിടിച്ച വയലുകളും കുളങ്ങളും നിറഞ്ഞ ഗ്രാമങ്ങൾ പട്ടണങ്ങളായി മാറിയതും കാടുകൾ വെട്ടിത്തെളിച്ച് കെട്ടിടങ്ങൾ പണിത് നഗരവൽക്കരിച്ചതും പക്ഷികളുടെ കുറവിന് കാരണമായിട്ടുണ്ട്. പ്രകൃതിയുടെ സൗന്ദര്യമാണ് പക്ഷികൾ. പച്ചപിടിച്ച മലനിരകളും വയലുകളും പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച എല്ലാം നാം സംരക്ഷിക്കണം. പ്രകൃതിയുണ്ടെങ്കിലേ മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും നിലനിൽപ്പുള്ളൂ എന്ന സത്യം അറിയണം. ഇന്ന് നഗരവാസികൾക്ക് പക്ഷികളെ കാണണമെങ്കിൽ ഏതെങ്കിലും പക്ഷി വളർത്തൽ സങ്കേതത്തിൽ പോകണം. അവിടെ തന്നെയും പക്ഷികൾ വളരെ കുറവായിരിക്കുന്നു. കേരളത്തിലെ പക്ഷിസങ്കേതമായ തട്ടേക്കാട് ഇതിനുദാഹരണമാണ്. 9ാമത്തെ ചോദ്യം ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. ബഷീറിൻ്റെ വ്യക്തിപരമായ കലാഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഭാവദീപ്തിയാണെന്ന് നിശങ്കം പറയാം. ലേഖകൻ സൂചിപ്പിക്കുന്ന ബഷീറിൻ്റെ രചനയുടെ മറ്റു പ്രത്യേകതകൾ കണ്ടെത്തി ലഘുക്കുറിപ്പ് തയ്യാറാക്കുക.
ബഷീറിൻ്റെ രചനകളെല്ലാം ആത്മാവിഷ്കാരപരമാണെന്ന് പറയാം. സ്വന്തം ജീവിതത്തിലെ ചെറിയ സംഭവങ്ങൾ പോലും ലളിതമായ രീതിയിൽ ഏതൊരാൾക്കും വായിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. തേന്മാവ് എന്ന കഥയിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം വരച്ചു കാണിക്കുന്നു. ചെടികളോടും പൂക്കളോടും പക്ഷികളോടും സംസാരിക്കുന്ന കഥാപാത്രം. മതിലുകളിൽ താൻ നട്ട പനിനീർ ചെടിയിലെ റോസാപ്പൂവിനോട് അദ്ദേഹം സംസാരിക്കുന്നു. ബഷീറിൻ്റെ കൃതികൾ വായനക്കാരെ അദ്ദേഹത്തോട് അടുപ്പിക്കും. ലളിതമായ ഭാഷ, കഥാവതരണ രീതി, ഫലിതം, കഥയിലെ സംസാര ഭാഷ ഉൾപ്പെടുത്തൽ ഇവയെല്ലാം ബഷീർ കൃതികളെ ഉജ്ജ്വലമാക്കുന്നു. 10ാമത്തെ ചോദ്യം. വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക. ഇതൊക്കെ നോക്കുമ്പോൾ എൻ്റെ വിവാഹം ഒരു ഭാഗ്യമായിരുന്നു. ദേവകിയുടെ മനേരിച്ചിൽ. അക്കാലത്തെ വിവാഹ ജീവിതാവസ്ഥകളുമായി ബന്ധിപ്പിച്ച് ദേവകി നിലയങ്ങോടിൻ്റെ അഭിപ്രായം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അര പേജ് എഴുതണം. ഉത്തരം. ബ്രാഹ്മണ സമുദായത്തിലെ പെൺകുട്ടികൾക്ക് യാതൊന്നിനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. സ്വന്തം വിവാഹം പോലും മുതിർന്നവർ തീരുമാനിക്കും. അത് അനുസരിക്കുക മാത്രമാണ് അവരുടെ നിയോഗം. പണമില്ലാതിരുന്ന ഇല്ലങ്ങളിലെ പെൺകുട്ടികളെ പണം വാങ്ങിച്ച് വിൽക്കുന്ന പതിവും ഉണ്ടായിരുന്നു. എഴുത്തുകാരിയുടെ വിവാഹം പോലും തലേ ദിവസമാണ് അവർ അറിയുന്നത്. എങ്കിലും തൻ്റെ വിവാഹം തന്നെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമായിരുന്നു എന്നാണ് പറയുന്നത്. ഭർത്താവായ രവി നമ്പൂതിരി വിദ്യാഭ്യാസമുള്ളയാളും പുരോഗമന ചിന്താഗതിക്കാരനും ആയിരുന്നു. സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ഇല്ലമായിരുന്നു. കൂടാതെ യാഥാസ്ഥിതികത്വം ഒട്ടുമില്ലാത്ത തറവാടും പരിഷ്കൃത ജീവിത ആശയമുള്ളവരും ആയിരുന്നു അവർ. ഇക്കാരണങ്ങൾ കൊണ്ടാണ് തൻ്റെ വിവാഹം ഒരു ഭാഗ്യമാണെന്ന് എഴുത്തുകാരി പറയുന്നത്. അടുത്ത ചോദ്യം 11ാമത്തേത്. താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. ആളുകൾ വന്നും പോയും ഇരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെയായിരുന്നു ഞങ്ങളുടെ ബ്ലോക്ക്. പിറന്ന നാട് വിട്ടവർ. നജീബ് തൻ്റെ ജയിൽ ബ്ലോക്കിനെ റെയിൽവേ സ്റ്റേഷനോട് താരതമ്യപ്പെടുത്തുന്നതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. ജീവിത യാതനകൾക്കൊടുവിൽ നജീബ് ജയിലിലെത്തുന്നു. രേഖകൾ ശരിയാകുന്ന മുറയ്ക്ക് എംബസി മുഖാന്തിരം നാട്ടിലേക്കെത്താനുള്ള എളുപ്പവഴിയാണ് ജയിൽ. തങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട തടവുകാരെ തേടി അറബികൾ ജയിലിലെത്തുകയും തിരിച്ചറിഞ്ഞാൽ നിർദാക്ഷിണ്യം അവരെ കൊണ്ടുപോകുകയും ചെയ്യും. ഓരോ ആഴ്ചയിലെ ഇത്തരത്തിലുള്ള തിരിച്ചറിയൽ പരേഡിൽ കൂടെയുള്ള ആരെങ്കിലുമൊക്കെ അറബികൾ കൊണ്ടുപോവുക പതിവാണ്. എംബസിക്കാർ എത്തുന്ന പരേഡിൽ ഭാഗ്യവാന്മാരായവർക്ക് നാട്ടിലേക്ക് പോകാനുള്ള അവസരവും ലഭിക്കും. ഇങ്ങനെ ജയിലിലേക്ക് ആളുകൾ വരുന്നു പോകുന്നു. ഈ അവസ്ഥയെ ഒരു റെയിൽവേ സ്റ്റേഷനോടാണ് നജീബ് ഉപമിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ആരും സ്ഥിരമായി ഉണ്ടാകില്ല. പോകേണ്ട വണ്ടി വരുമ്പോൾ അതിൽ കയറുന്നു. വരുന്ന വണ്ടിയിലുള്ളവർ സ്റ്റേഷനിൽ നിൽക്കാതെ അവർക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് പോകുന്നു. 12ാമത്തെ ചോദ്യം. കുറിപ്പ് തയ്യാറാക്കുക. പൂട്ടിവെച്ചുള്ള മനസ്സോടിരുന്നു ഞാൻ ഓർക്കുകയാണ് ദിനങ്ങൾ തൻ ലാഘവം. പോയ മധുവിധു കാലത്തിനേക്കാളും ഇന്ന് പ്രിയമുണ്ടെനിക്കു നിന്നോടടോ. നഗരത്തിൽ ഒരു യക്ഷൻ. വരികളിലെ സവിശേഷ പ്രയോഗങ്ങൾക്ക് കവിയുടെ മാനസികാവസ്ഥയെ വെളിപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം നോക്കാം. ജോലി സംബന്ധമായി ഭാര്യയിൽ നിന്നും അകന്ന് കവി ദൂരെ നഗരത്തിൽ താമസിക്കുന്നു. ഭാര്യയിൽ നിന്നും അകന്ന് താമസിച്ചപ്പോഴാണ് സ്നേഹബന്ധത്തിൻ്റെ ആഴം കവി മനസ്സിലാക്കുന്നത്. ഒറ്റയ്ക്കിരുന്നപ്പോൾ ഭാര്യയോടൊപ്പമുള്ള കഴിഞ്ഞകാല ജീവിതം കവി ഓർക്കുന്നു. ബാല്യകാലത്തെ കൊച്ചു നുറുങ്ങു കഥകൾ പറയുന്നതും ബോംബെയിലെ അമ്മായിയുടെ വീമ്പ് പറച്ചിലും പകൽ വന്ന ഭിക്ഷുവിൻ്റെ ദൈന്യതയും കവി അറിയാതെ അയൽപക്കക്കാരിയുടെ മാസക്കുറിയിൽ ചേർന്നതും രാത്രിയിൽ മുറ്റത്തിരുന്ന് സംസാരിക്കുമ്പോൾ മൂളിയില്ലെങ്കിൽ പിണങ്ങിപ്പോകുന്നതും കവി ഓർമ്മിക്കുന്നു. അകലുംതോറും അടുപ്പം കൂടുമെന്നാണ് പറയുന്നത്. ഭാര്യയിൽ നിന്നും അകന്ന് താമസിച്ചപ്പോഴാണ് ഭാര്യയുടെ ആത്മാർത്ഥ സ്നേഹം, അതിൻ്റെ ആഴം കവി മനസ്സിലാക്കുന്നത്. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് സ്നേഹം
കൂടുതലായിരിക്കും. എന്നാൽ കവി ഇപ്പോൾ പറയുന്നത് പോയ മധുവിധു കാലത്തേക്കാളും സ്നേഹം ഭാര്യയോട് ഇപ്പോൾ ഉണ്ട് എന്നാണ്. 13ാമത്തെ ചോദ്യം. വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. ശീലങ്ങളൊക്കെ എനിക്കറിയണ മാതിരി വേറെ ആർക്കെങ്കിലും നിശ്ചയുണ്ടാവോ? ഒട്ടും കഷ്ടപ്പെടാതെ പോയത് ഭാഗ്യം. ഒരു ചെറു പുഞ്ചിരിയിലേതാണ് ഈ വാക്യം. അമ്മാളുവിൻ്റെ ഈ വാക്കുകൾ അവരുടെ ഊഷ്മളമായ ദാമ്പത്യ ജീവിതത്തെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയല്ല? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പരസ്പരം സ്നേഹിച്ച് ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു കുറുപ്പും അമ്മാളുവും. വിവാഹം മുതൽ കുറുപ്പിൻ്റെ മരണം വരെ അങ്ങനെ തന്നെയായിരുന്നു. ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഭാര്യയാണ് അമ്മാളു. കുറുപ്പിൻ്റെ മരണം വളരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും കഷ്ടപ്പെടാതെ പോയത് ഭാഗ്യം എന്നാണ് അവർ പറയുന്നത്. ഭർത്താവുള്ളപ്പോൾ മരിക്കണമെന്ന് സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന മറിച്ചാണെന്നും ഞാനുള്ളപ്പോൾ കഷ്ടപ്പെടാതെ വല്യച്ഛൻ പോണേ എന്നായിരുന്നു എന്ന് അവർ മാലതിയോട് പറയുന്നുണ്ട്. ഇങ്ങനെ അമ്മാളു പറയുന്നതിന് കാരണമുണ്ട്. രാത്രി പാതിരയ്ക്കാവും വയറ്റിൽ കാളല്. അപ്പോൾ മോര് വേണം. രാസ്നാദി പൊടിയിട്ടില്ലെങ്കിൽ കുളിച്ചാൽ നീരിളക്കം. തണുപ്പ് വിട്ട വെള്ളത്തിലേ കുളിക്കാവൂ. ആഹാരം ചിലതൊക്കെ വയറ്റിന് തീരെ പിടിക്കില്ല. താനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ കുറുപ്പിൻ്റെ കാര്യങ്ങൾ വേണ്ടവിധം ചെയ്തു കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. അദ്ദേഹം വിഷമിക്കും. കുറുപ്പിനോടുള്ള അമ്മാളുവിൻ്റെ അഗാധ സ്നേഹമാണ് ഇവിടെ കാണുന്നത്. നമ്മളിപ്പോൾ 14 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളാണ് ആൻസർ ചെയ്തത്. അതിൽ 5 ചോദ്യങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും 4 ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രം എഴുതിയാൽ മതിയാകും. ഒരെണ്ണം നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത വിഭാഗം ചോദ്യങ്ങളിലേക്ക് കടക്കാം. 14 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. ഓരോ ഉത്തരത്തിനും 6 മാർക്ക് വീതം. 14 മുതൽ 18 വരെ. ഒരു പുറത്തിൽ കവിയരുത്. ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞ അത്രയും മാത്രം എഴുതിയാൽ മതിയാകും. നമുക്ക് 14ാമത്തെ ചോദ്യത്തിലേക്കൊന്ന് കടക്കാം. ഒരു ലേഖനം തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോകം അമൂല്യ സൗന്ദര്യമൂലുന്ന അനേകം രത്നങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. എന്നാൽ ഈ രത്നങ്ങളെല്ലാം ഇംഗ്ലീഷ് സംവിധാനത്തിൽ ഉള്ളവയല്ല. വൈഭവമുള്ള കലാസൃഷ്ടികൾ തങ്ങൾക്കും ഉണ്ടെന്നും അന്യഭാഷകൾക്കും അഭിമാനിക്കാൻ വകയുണ്ട്. അധ്യയന മാധ്യമം മാതൃഭാഷയാവണം എന്ന പാഠത്തിലേതാണ് തന്നിരിക്കുന്ന വാക്യങ്ങൾ. ചോദ്യം ഇതാണ്. ഗാന്ധിജിയുടെ മാതൃഭാഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും മറ്റു ഭാഷകളോടുള്ള നിലപാടുകളും വിലയിരുത്തി അധ്യയന മാധ്യമം ഗാന്ധിയൻ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കുക. ഉത്തരം. മഹാത്മാഗാന്ധിയുടെ ഗാന്ധി സാഹിത്യം എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് അധ്യയന മാധ്യമം മാതൃഭാഷയാകണം എന്ന പാഠഭാഗം. ഇംഗ്ലീഷ് ആധിപത്യത്തിൻ്റെ ഫലമായി ഭാരതത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം വർദ്ധിച്ചു. വിദേശ ഭാഷാ പഠനം കുട്ടികളുടെ മേൽ അമിതമായ ഭാരം വരുത്തുമെന്നും നാട്ടുഭാഷകളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്നുമാണ് ഗാന്ധിജിയുടെ അഭിപ്രായം. ഇംഗ്ലീഷ് ഭരണത്തെ എതിർത്തതുപോലെ ഇംഗ്ലീഷ് പഠനത്തെയും അദ്ദേഹം എതിർത്തു. സ്വന്തം നാട്ടുഭാഷയിലൂടെയുള്ള ഏതൊരു കാര്യവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. സ്വതന്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളാനും ചിന്താസൂക്ഷ്മത വികസിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം ആവശ്യമാണെന്ന വിശ്വാസമാണ് നമ്മുടെ രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന അന്ധവിശ്വാസങ്ങളിൽ ഏറ്റവും വലുത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യ മഹത്തായ ഒരു രാജ്യമാണെന്നും നമ്മുടെ ഭാഷയിൽ സാഹിത്യകൃതികൾ എഴുതുകയാണ് നമ്മുടെ ഭാഷയുടെ അഭിവൃദ്ധിക്ക് കാരണമാകുന്നതെന്നും അദ്ദേഹം പറയുന്നു. ലോകത്തിലെ ഏതൊരു ഭാഷയിലെയും കൃതികൾ നമ്മുടെ ഭാഷയിൽ തർജ്ജമ ചെയ്യുകയാണെങ്കിൽ അവ വായിച്ച് ആസ്വദിക്കാൻ ഏതൊരു ഇന്ത്യക്കാരനും സാധിക്കുന്നതാണ്. നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും നമ്മുടെ മാതൃഭാഷയിൽ പ്രകടിപ്പിക്കുവാൻ വളരെ എളുപ്പമാണ്.
വിദേശ ഭാഷകളിൽ എത്ര അറിവുള്ളവരായാലും ആശയങ്ങളെ ശരിയാവണ്ണം പ്രകടിപ്പിക്കുവാൻ എളുപ്പമല്ല. കൂടാതെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്താൽ സ്വന്തം ഭാഷ കൈകാര്യം ചെയ്യാനും സാധിക്കാത്ത അവസ്ഥ വന്നുചേരുന്നു. എനിക്കൊരു സ്വേച്ഛാധിപതിയുടെ അധികാരം ഉണ്ടായിരുന്നു എങ്കിൽ ഒരു വിദേശ ഭാഷ പഠിപ്പിക്കുന്നത് നിർത്തലാക്കുമെന്ന് പറയുന്നുണ്ട്. അമൂല്യങ്ങളായ സാഹിത്യകൃതികൾ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമല്ല രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇതര ഭാഷകളിലും കലാമൂല്യമുള്ള രചനകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ലോകഭാഷയിലുണ്ടായിട്ടുള്ള മഹത് കൃതികളെല്ലാം തന്നെ സ്വന്തം നാട്ടുഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ സാധാരണക്കാർക്ക് ആ ഗ്രന്ഥങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. ഇംഗ്ലീഷ് പഠിച്ചവർക്കു മാത്രമേ അത്തരം അമൂല്യനിധികളായ ഗ്രന്ഥങ്ങൾ വായിക്കാൻ സാധിക്കൂ എന്ന അവസ്ഥ മാറണം. അതിനായി അദ്ദേഹം പറയുന്നത് പഠിച്ചവർ ആ ഗ്രന്ഥങ്ങൾ അവരുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യണമെന്നാണ്. 15ാമത്തെ ചോദ്യം, കഥാനിരൂപണം തയ്യാറാക്കുക. വെള്ളം വൃദ്ധന് കൊടുത്തു. വൃദ്ധൻ പതുക്കെ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്തു. മൊന്തയും വെള്ളവുമായി എണീറ്റ് റോഡരികിൽ വാടിത്തളർന്ന് നിന്ന തൈമാവിൻ്റെ ചുവട്ടിൽ പകുതി വെള്ളം ഒഴിച്ചു. തേന്മാവ് എന്ന കഥയിലേതാണ് ഈ വാക്യം. മഹത്തായ പ്രകൃതി സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കഥയാണ് തേന്മാവ്. സൂചനകളും കഥയും പരിഗണിച്ച് തേന്മാവ് എന്ന കഥയ്ക്ക് നിരൂപണം തയ്യാറാക്കുക. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു മനോഹരമായ കഥയാണ് തേന്മാവ്. കഥാകാരൻ്റെ അയൽവാസിയായ റഷീദ് മാഷ് നൽകുന്ന മധുരമൂറുന്ന മാങ്ങയിലൂടെയാണ് കഥ തുടങ്ങുന്നത്. റഷീദ് മാഷിൻ്റെ മുറ്റത്ത് പരിരക്ഷിക്കുന്ന തേന്മാവിൻ്റെ കഥ. തീരെ അവശനായ മരണത്തോട് അടുത്ത ഒരു വൃദ്ധന് റഷീദ് മാഷ് കുടിക്കാനായി വെള്ളം കൊടുക്കുന്നു. വൃദ്ധനാകട്ടെ തൻ്റെ ദാഹം മാറ്റാനല്ല ആദ്യം ശ്രമിക്കുന്നത്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിന്ന ഒരു ചെറിയ മാവിൻ തൈ അതിനെ നനയ്ക്കുകയാണ് ചെയ്തത്. ആ വൃദ്ധന് പ്രകൃതിയോടുള്ള സ്നേഹമാണ് കാണുന്നത്. തൻ്റെ അവസ്ഥ പരിതാപകരമാണെങ്കിലും ആ ചെറിയ ചെടിയെ സംരക്ഷിക്കുന്ന പ്രകൃതി സ്നേഹിയായ ഒരു മനുഷ്യനെയാണ് വൃദ്ധനിലൂടെ കാണുന്നത്. മാവിൻ തൈ നനച്ചതിന് ശേഷം സ്വന്തം ദാഹശമനം വരുത്തിയ വൃദ്ധൻ കുറച്ചു സമയത്തിനകം മരണമടയുകയും ചെയ്യുന്നു. പ്രകൃതിയുണ്ടെങ്കിലേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ. നമ്മൾ ഓരോരുത്തരും പ്രകൃതിയെ സംരക്ഷിക്കണം. തേന്മാവ് എന്ന കഥയിലെ വൃദ്ധനെ പോലെ ഒരു ചെടി നശിപ്പിക്കുകയല്ല, അതിനെ വളർത്തുകയാണ് വേണ്ടത്. വൃദ്ധൻ വെള്ളമൊഴിച്ച ആ മാവിൻ തൈ പിന്നീട് റഷീദ് മാഷ് തൻ്റെ വീട്ടുമുറ്റത്ത് നട്ടുവളർത്തുന്നതായി കഥാകാരൻ പറയുന്നു. വൃദ്ധനെ പോലെ പ്രകൃതി സ്നേഹികൾ തന്നെയാണ് റഷീദ് മാഷും ഭാര്യ അസ്മയും. 16ാമത്തെ ചോദ്യം, ഉപന്യാസം തയ്യാറാക്കുക. എനിക്ക് ലോകം മുഴുവൻ ഫ്രണ്ട്സുണ്ട്. ആരെന്നും എവിടെയെന്നും സത്യത്തിൽ എനിക്ക് അറിയില്ല. വിനോദ് കൃഷ്ണ. വെബ്സൈറ്റ് എന്ന പാഠത്തിലേതാണ് ഈ വാക്യം. നവമാധ്യമങ്ങളിലെ സൗഹൃദ കൂട്ടായ്മകളെക്കുറിച്ച് ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സോഷ്യൽ മീഡിയ വഴി ഈയിടെ നടന്ന തട്ടിപ്പുകളും ചൂഷണങ്ങളും വെബ്സൈറ്റ് എന്ന കഥയും വിലയിരുത്തി സോഷ്യൽ മീഡിയ പ്രശ്നങ്ങളും സാധ്യതകളും എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. ചന്ദ്രമതി എഴുതിയ വെബ്സൈറ്റ് എന്ന കഥയിലെ കഥാപാത്രമാണ് വിനോദ് കൃഷ്ണ. അയാൾ ശുദ്ധ സൗഹൃദം കാംക്ഷിക്കുന്നു എന്ന പരസ്യം നൽകി അതിലൂടെ പരിചയപ്പെട്ട യുവതിയാണ് സ്മിത. അവർ പരസ്പരം കത്തുകൾ അയക്കുന്നു. ഇൻ്റർനെറ്റ് ഹരമാണെന്ന് പറയുന്ന വിനോദ് കൃഷ്ണ സ്മിതയ്ക്ക് എഴുതുന്ന കത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ലോകം മുഴുവൻ ഫ്രണ്ട്സുണ്ട്. ആരെന്നും എവിടെയെന്നും സത്യത്തിൽ എനിക്കറിയില്ല. ഈ വാചകം ഇന്നത്തെ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം വളരെ അർത്ഥവത്താണ്. ഇൻ്റർനെറ്റ് ഒഴിവാക്കാൻ പറ്റാത്ത വിധം മനുഷ്യനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. നെറ്റ് ഫ്രണ്ട്ഷിപ്പ് ഇന്ന് അധികമായി കണ്ടുവരുന്നു. ഫേസ്ബുക്ക്, വാട്സാപ്പ് എന്നിവയില്ലാതെ ജീവിക്കുക ചിന്തിക്കാനാകില്ല. ഉറക്കമുണർന്നെഴുന്നേൽക്കുന്ന മനുഷ്യൻ പ്രഭാത കൃത്യങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും കയറുന്നതിനാണ്. ഇതിലൂടെ ആർക്ക് ആരെയും ഫ്രണ്ട്സാക്കാം.
ഇത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇന്ന് പല വിപത്തുകൾക്കും കാരണമാകുന്നു. നമ്മൾ നേരിൽ കാണാതെയും മനസ്സിലാക്കാതെയുമാണ് അപരിചിതരെ നമ്മുടെ കൂട്ടുകാരാക്കുന്നത്. നെറ്റ് ഫ്രണ്ട്ഷിപ്പിൽ ആളുകൾ സത്യസന്ധമായി കാര്യങ്ങൾ പറയണമെന്നില്ല. അതുകൊണ്ട് തന്നെ പലരും പല വിധത്തിലുള്ള ചൂഷണങ്ങൾക്ക് ഇരകളാകുന്ന കഥകൾ നിത്യേന എന്നോണം നാം കേൾക്കുന്നുണ്ട്. നല്ല ചങ്ങാതിമാർ കണ്ണാടി പോലെയാണെന്ന് പറയുന്നു. കാരണം കണ്ണാടിയിൽ നാം കാണുന്നത് നമ്മുടെ യഥാർത്ഥ രൂപമാണ്. അതുപോലെ നമ്മെ നന്നാക്കാനും കുഴിയിൽ ചാടിക്കാനും ചങ്ങാതിമാർക്ക് കഴിയും. ഇന്ന് നെറ്റ് ഫ്രണ്ട്ഷിപ്പിലൂടെ നടക്കുന്ന ഒരു ചതിവാണ് ഹണി ട്രാപ്പ്. ഈ ട്രാപ്പിൽ പെടുന്നവർക്ക് പണം മാത്രമല്ല, ചിലപ്പോൾ ജീവനും നഷ്ടമാകുന്നുണ്ട്. നാം നേരിൽ കാണുന്നത് മാത്രമേ വിശ്വസിക്കാവൂ. നെറ്റ് ഫ്രണ്ട്ഷിപ്പ് പൂർണ്ണമായും ഗുണകരമല്ല എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. കൊയ്തെടുക്കുന്ന നെല്ലിൽ നല്ലതും പതിരുമുള്ളതുപോലെ നെറ്റ് ഫ്രണ്ട്ഷിപ്പിലും നല്ല കൂട്ടുകെട്ട് ഉണ്ടാകാം. പ്രഭാഷണം തയ്യാറാക്കുക. 17ാമത്തെ ചോദ്യം. സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രാവബോധം എന്ന വാക്കു തന്നെ സംഭാവന നൽകിയത് ജവഹർലാൽ നെഹ്റുവാണ്. നെഹ്റുവും ശാസ്ത്രാവബോധവും എന്ന പാഠത്തിലേതാണ് ഈ വാക്യം. അന്ധവിശ്വാസങ്ങളും കപടശാസ്ത്രങ്ങളും നമ്മുടെ സമൂഹത്തിൻ്റെ ശാസ്ത്രാവബോധത്തെ ഇല്ലാതാക്കുകയാണ്. സമകാലിക അവസ്ഥയോട് വിമർശനാത്മകമായി പ്രതികരിച്ച് ശാസ്ത്രാവബോധം വളർത്തേണ്ടതിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കുക. ആധുനിക ശാസ്ത്രം മാനവ പുരോഗതിക്ക് നൽകിയ സംഭാവനകൾ തിരിച്ചറിയുകയും അത് എങ്ങനെ രാജ്യപുരോഗതിക്ക് പ്രയോജനപ്പെടുത്തുമെന്ന് ചിന്തിക്കുകയും ചെയ്ത ഭരണാധികാരിയാണ് ജവഹർലാൽ നെഹ്റു. രാജ്യത്തിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിനും ശാസ്ത്രം എല്ലാവരുടെയും ജീവിത വീക്ഷണമാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. സ്വതന്ത്ര ഭാരതത്തെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയിലൂടെ അദ്ദേഹം കെട്ടിപ്പടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം അതിവേഗം മുന്നേറി. ഭക്ഷ്യരംഗത്ത് സ്വയം പര്യാപ്തത നേടി. ബഹിരാകാശ രംഗത്തും ആണവ സാങ്കേതിക വിദ്യയിലും ചികിത്സാ രംഗത്തും നാം മുന്നേറുകയാണുണ്ടായത്. ഈ നേട്ടങ്ങൾ ഇന്ത്യയെ മറ്റു വികസിത രാജ്യങ്ങളുടെ ഒപ്പം എത്തിച്ചു. സ്വതന്ത്ര ഭാരതത്തിൻ്റെ വളർച്ചയ്ക്ക് ശാസ്ത്രാവബോധം വഴിതെളിക്കുമെന്ന് വിശ്വസിച്ച നെഹ്റു അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഏറെക്കുറെ സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ ശാസ്ത്രാവബോധത്തിൻ്റെ കാര്യത്തിൽ രാജ്യം ഏറെ പിന്നോട്ട് പോയിരിക്കുന്നു. പണ്ടുകാലത്തുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളിൽ പലതും തലപൊക്കി വരുന്ന കാഴ്ചയാണ് ഇന്നുള്ളത്. കാര്യസാധ്യത്തിനു വേണ്ടി നരബലി എന്ന അനാചാരം നടക്കുന്നതായി പത്രമാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട്. മനുഷ്യനെ ബലി കൊടുത്താൽ ഒരു കാര്യസാധ്യവും നടക്കുകയില്ല എന്ന സത്യത്തെ മറന്നുകൊണ്ട് നിരപരാധികളെ ഇരയാക്കുന്ന ഈ ദുഷ്കൃത്യം നിരന്തരം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ശാസ്ത്രം നേട്ടമല്ല, കോട്ടമാണ് നൽകുന്നത്. ശാസ്ത്രം മൂലം മനുഷ്യവർഗത്തിനും ഈ ഭൂമിക്കും തന്നെ നാശമുണ്ടാകുമെന്നുള്ള കപടധാരണകളാണ് ഇന്നുള്ളത്. ശാസ്ത്രചിന്തയ്ക്കും യുക്തിബോധത്തിനും വേണ്ടി നിലകൊള്ളുന്നവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വിഡ്ഢികളുടെ ലോകമാണ് നാം കാണുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാജ്യപുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കും. ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ ജീവിത സൗകര്യങ്ങളും ശാസ്ത്രത്തിൻ്റെ സംഭാവനയാണ്. ശാസ്ത്രമില്ലായിരുന്നു എങ്കിൽ നമ്മൾ നമ്മുടെ പൂർവികരെ പോലെ യാതൊരുവിധ ജീവിത വികസനവുമില്ലാതെ ജീവിക്കേണ്ടി വരുമായിരുന്നു. ജവഹർലാൽ നെഹ്റു ചിന്തിച്ചതുപോലെ പ്രവർത്തിച്ചതുപോലെ ശാസ്ത്രമാണ് മനുഷ്യ വളർച്ചയ്ക്ക് മുഖ്യ കാരണമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ചോദ്യം 18. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. പാറുക്കുട്ടി. ആരും പണി മുഴുവനെ പഠിച്ചിട്ടൊന്നല്ല ജനിച്ചു വീഴണത്, ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ മതി. പാറുക്കുട്ടി. ഇതോണ്ട് പുതയ്ക്കാം, അല്ലെങ്കിൽ ഇതോണ്ട് നല്ല ചവിട്ടി ഉണ്ടാക്കാം. ഞാൻ പഴയ തുണി കൊണ്ടാണ് ചവിട്ടി ഉണ്ടാക്കാറ്. ഇത് കല്യാണസാരി എന്ന പാഠത്തിൽ നിന്നും എടുത്തിട്ടുള്ള സംഭാഷണ ഭാഗമാണ്. അഭിമാനബോധത്തോടെ തൊഴിലെടുത്ത് ജീവിക്കുന്നതിന് സ്ത്രീകൾക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു കഥാപാത്രമാണ് പാറുക്കുട്ടി. പ്രസ്താവനയും കഥയും വിശകലനം ചെയ്ത് കഥാപാത്ര നിരൂപണം
തയ്യാറാക്കുക. ശ്രീജ കെവിയുടെ ഒരു ലഘുനാടകമാണ് കല്യാണസാരി. ഈ നാടകത്തിലെ ഒരു കഥാപാത്രമാണ് പാറുക്കുട്ടി. കഠിനാധ്വാനത്തിലൂടെ ജീവിത പ്രാരാബ്ധങ്ങളെ ഇല്ലാതാക്കുന്ന ഊർജ്ജസ്വലയായ മിടുക്കിയായ ഒരു യുവതിയാണ് പാറുക്കുട്ടി. പാറുക്കുട്ടിയുടെ സന്ദർഭോചിതമായ പ്രവൃത്തി മൂലം നാടകത്തിലെ നായിക സുശീല മരണത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. കൂടാതെ പാറുക്കുട്ടിയുടെ വാക്കുകൾ സുശീലയ്ക്ക് ജീവിക്കാനുള്ള പ്രചോദനം നൽകുന്നുണ്ട്. നിധി പോലെ സൂക്ഷിക്കാൻ നിങ്ങൾക്കൊരു കല്യാണ സാരിയെങ്കിലും ഉണ്ട്. എനിക്ക് കല്യാണത്തിന് പോലും ഒരു നല്ല സാരി ഉണ്ടായിട്ടില്ല എന്നും എന്തൊക്കെ ഓടി നടന്ന് ചെയ്തിട്ടാ ഞാൻ ജീവിക്കണതെന്നും പറയുന്നതിലൂടെ പാറുക്കുട്ടിയുടെ ജീവിത ദുരിതവും ആ ദുരിതത്തെ ഇല്ലാതാക്കുന്നതിന് അവൾ ചെയ്യുന്ന കഠിനാധ്വാനവും വ്യക്തമാകുന്നു. എനിക്കൊരു പണിയും അറിയില്ല എന്ന് സുശീല പറയുമ്പോൾ ആരും പണി മുഴുവനെ പഠിച്ചിട്ടൊന്നുമല്ല ജനിച്ചു വീഴുന്നത്, ചെയ്യാൻ മനസ്സുണ്ടായാൽ മതി എന്ന പാറുക്കുട്ടിയുടെ വാക്കുകൾ ഒരു പൊതു തത്വം തന്നെയാണ്. വലിയ തറവാടാണ്, സമുദായമാണ് എന്ന ദുരഭിമാനം കളഞ്ഞ് പുറത്തിറങ്ങി എന്തു പണിയും ചെയ്യുക. പണി ചെയ്താൽ വരുമാനം കിട്ടും. അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. പാറുക്കുട്ടിയുടെ വാക്കുകളുടെ അർത്ഥം ഇതാണ്. ഉപയോഗശൂന്യമായ ഏതൊന്നും പ്രയോജനപ്പെടുത്താം എന്നുകൂടി പാറുക്കുട്ടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കത്തിപ്പോയ കല്യാണസാരി സുശീല കളയാൻ ഭാവിക്കുമ്പോൾ എന്തിനാ അത് കളയണത്, കത്തിയാലും അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടാവൂ എന്ന് പറഞ്ഞ് അതുകൊണ്ട് ചവിട്ടി ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. പാറുക്കുട്ടി അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ്. മടിപിടിച്ച് വീട്ടിലിരിക്കാതെ പുറത്തിറങ്ങി അധ്വാനിച്ചാൽ, പണി ചെയ്താൽ ജീവിക്കാനാകും എന്ന സത്യം വായനക്കാരെ ബോധിപ്പിക്കുകയാണ് ഈ കഥാപാത്രം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഞാനിതാ പറഞ്ഞു തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമെല്ലാം നന്നായിട്ടൊന്ന് പഠിക്കൂ. എല്ലാവർക്കും വീണ്ടും എൻ്റെ നമസ്കാരം.